നമ്മുടെ തനത് ആയോധന കലയായ കളരിയിൽ വട്ടേന്തിരിപ്പും പയ്യന്നൂരിന്റെ സ്വന്തമാണ് എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും വട്ടേന്തിരിപ്പും തുളു കൂടുതൽ ഗവേഷണം നടത്തുകയും കൂടുതൽ ആളുകളിലേക്ക് ആ കലയെ എത്തിക്കാനൊക്കെ പണിപ്പെടുന്ന CRPF ജവാനായ പയ്യന്നൂരിലെ വൈപ്പിരിയത്തെ അഖിലാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. അഖിലിന്റെ കളരി വിശേഷങ്ങൾ കാണാം. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കളരിയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് ഇഞ്ചുറി ഉണ്ടായിട്ട് ചികിത്സക്കായിട്ടാണ് എൻ്റെ ഗുരുനാഥൻ ബാബു വൈദ്യരുടെ അടുക്ക ആദ്യമായിട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ അടുക്ക സ്ഥിരമായി പോയി. അപ്പോൾ എനിക്ക് അതിനു മുന്നേ ഞാൻ ഇങ്ങനെ അത്യാവശ്യം കരാട്ടെ ക്ലാസ്സും ഇതെല്ലാം പോയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ പരിശീലിക്കുന്ന കുട്ടികൾ നന്നായി പരിശീലിക്കുകയും മലക്കള്ളം മറിയുന്നത് കാണുമ്പോൾ ഒരു ടോണിജ മൂവി കണ്ട ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ കളരിയിലേക്ക് ആകർഷിക്കുന്നത്. പിന്നെ ഗുരുനാഥൻ്റെ ഒന്നിച്ചുകൂടി ഞാൻ കുറേ നാൾ കളരിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ എൻ്റെ വീടും കളരിയും തമ്മിലുണ്ട്. ഇപ്പോൾ സൈക്കിൾ എടുത്ത് പോവുക, നടന്നിട്ട് പോവുക, മഴയത്ത് ഓടിയിട്ട് പോവുക, ഇതെല്ലാം എൻ്റെ ഒരു ഇപ്പം കൂടെ എൻ്റെ മനസ്സിലില്ല ഒരു അനുഭവമാണത്. അപ്പോൾ പിന്നെ ഒരു 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളരീനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം തോന്നി. അതിന് കൂടാതെ ഞാനിപ്പോൾ മറ്റായോധന കലകൾ കൂടി അതേ സമയത്ത് പരിശീലിച്ചിരുന്നു. ഞാനിപ്പോൾ കറാട്ടയിൽ അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. പിന്നെ ഞാൻ MMA സർട്ടിഫൈഡ് ട്രെയിനറാണ്, വൂഷു ഇൻസ്ട്രക്ടർ കൂടിയാണ്. അങ്ങനെ പല ആയോധന കലകളെ കുറിച്ചിട്ട് ഞാനിങ്ങനെ ഒരു പഠനം നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിൽ മറ്റ് ആയോധന കലകൾക്ക് കിട്ടുന്ന പ്രാധാന്യം കളരിക്കില്ല. അതുകൊണ്ട് കൂടിയും ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി കളരിയെ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ കളരി അതേപോലെ വൈദ്യം, ഈ 2 വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ട്രഡീഷണലായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. രണ്ട് കളരി സമ്പ്രദായങ്ങളാണ് വട്ടേന്തിരിപ്പ്, തുളു. ഇത് ലോകോത്തരത്തിലെ ഏത് ആയോധന കലകളോടും കിടപിടിക്കാൻ പോകുന്ന ആയോധന കലയാണ്. വട്ടേന്തിരിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തായ്നരി PP നാരായണൻ ഗുരുക്കൾ, CS കളരി സംഘ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ഗുരു കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എടുക്കുന്നതും ബാബു ഗുരുക്കൾ എടുക്കുന്നതാണ് ഞാൻ വട്ടേന്തിരിപ്പ് പഠിച്ചതും. തുളു വിദ്യ പഠിക്കുന്നത് വാസു ഗുരുക്കളുടെ എടുക്കുന്നത്. ഈ വട്ടേന്തിരിപ്പ് ഇന്ന് കാണുന്ന രീതിയിൽ നിലനിന്ന് പോകാനുള്ള ഒരു കാരണക്കാരൻ നാരായണൻ ഗുരുക്കളാണ്. അതുപോലെ തുളുവിദ്യ നിലനിന്ന് പോകാനുള്ള ഒരു കാരണക്കാരൻ വാസു ഗുരുക്കളാണ്. ഇവരോടും ഇവരുടെ ശിഷ്യ പരമ്പരകളോടും തീർത്താ നന്ദിയുള്ള ഒരാളാണ് ഞാൻ. വട്ടേന്തിരിപ്പ് ഗുരുപരമ്പരകളൊരു 7-8 ജനറേഷനെ കുറിച്ചിട്ട് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുടെ അന്വേഷണത്തിൽ അതിൽ കുഞ്ഞമ്പു തിരുമുമ്പ് മുതൽ നാരായണൻ ഗുരുക്കൾ വരെയുള്ള ആൾക്കാരെ ഒരു 7-8 ആൾക്കാരെ, അതിൽ കുഞ്ഞമ്പു തിരുമുമ്പ്, വാദ്യാർ ഗുരുക്കൾ, ചൊവ്വാട്ടെ ഗുരുക്കൾ, കൃഷ്ണൻ ഗുരുക്കൾ, മണക്കാടൻ ഗുരുക്കൾ, ഇങ്ങനെ തുടങ്ങി കുറച്ച് ആൾക്കാരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. തെയ്യം കലാരൂപങ്ങളുടെ പേരിൽ പ്രശസ്തനായ മണക്കാടൻ ഗുരുക്കൾക്ക് ഈ കലയുമായിട്ടുള്ള ബന്ധം ഇതിൽ എന്താണ്? ഇന്ന് കാണുന്ന മലബാറിലെ തെയ്യത്തിനെ ഈ രീതിയിൽ കൊണ്ടുവന്നതിൽ പ്രധാനിയാണ് മണക്കാടൻ ഗുരുക്കൾ. മണക്കാടൻ ഗുരുക്കൾ ഈ കളരി ശൈലി, വട്ടേന്തിരിപ്പ് കളരി ശൈലിയിൽ നിന്നാണ് ഈ തെയ്യം, കോൽക്കളി, പരിചമുട്ടുകളി പോലുള്ള കലകൾ, ഉപകലകൾ കൂടി ഇതിലുണ്ട്. അപ്പം തെയ്യത്തിനെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വട്ടേന്തിരിപ്പ് കളരിയും മണക്കാടൻ ഗുരുക്കളും ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്.
നമ്മൾ ഈ പ്രദേശത്തെ തെയ്യങ്ങൾക്ക് മറ്റ് തെയ്യങ്ങളിൽ നിന്നും ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിലെ തെയ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അതിൽ അലങ്കാരങ്ങൾ കുറച്ച് കൂടുതലാണ്, അതിൻ്റെ ചടങ്ങുകളിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെയുള്ള പൂരക്കളി, കോൽക്കളി, അതുപോലെ ഈ പയ്യന്നൂർ പ്രദേശത്തിൻ്റെ പരിചമുട്ടുകളി, ഇങ്ങനെയുള്ള കുറേ കലകളിൽ ഈ വട്ടയംതിരിപ്പിൻ്റെ അലങ്കാരത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനാവും. വട്ടയംതിരിപ്പ് കളരിക്ക് പല രീതിയിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച്. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദക്ഷിണ കർണാടകയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു കളരി ശൈലിയാണ് തുളുവൻ എന്ന് പറയുന്ന ഒരു കളരി ശൈലി. ഈ കളരി തുളുവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. അപ്പോൾ തുളുവൻ അല്ലെങ്കിൽ തുളുനാടൻ എന്നെല്ലാം പറയുന്ന ശൈലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ കർണാടക, അതായത് സുബ്രഹ്മണ്യം, അതേപോലെ കൊടക് ജില്ലകളുടെ പല ഭാഗങ്ങൾ, ഇവിടെയെല്ലാമാണ് ഈ കലകൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും വളരെ വിരളമാണ്. ഞാൻ ഒരുപാട് യാത്രകൾ നടത്തിയതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. കാലത്ത് പയ്യന്നൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ശരിക്കും തുളുനാടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഒരു കൃത്യമായ ഒരു അതിർത്തി നിശ്ചയിക്കൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പല കാലഘട്ടത്തിൽ പലതായിരുന്നു അതിർത്തികൾ. പ്രധാനമായും പുഴകൾ. ഇപ്പോൾ ഒളവറ വരുന്ന പ്രദേശം വരെ തുളുനാടിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ചിലപ്പോൾ കലകൾ കൂടി ആ രീതിയിൽ കൈമാറ്റം ചെയ്തതിൽ കൂടിയും അവിടെയുള്ള കലകളുടെ സ്വാധീനം ഇവിടെയും, ഇവിടുത്തെ കലകളുടെ സ്വാധീനം അവിടെയും ഉണ്ടാവാൻ. അപ്പോൾ എന്താണ് ഈ തുളുവൻ അല്ലെങ്കിൽ തുളുനാടൻ കളരി എന്ന് പറയുന്നത്? എന്താണ് തുളുനാടൻ കളരീൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയ സമയത്ത് ഒരു കഥ, ഒരു മിത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കരാചാര്യർ ക്ഷേത്ര സംരക്ഷണാർത്ഥം സൈനികരെ പഠിപ്പിച്ച ഒരു വിദ്യയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി ടൂളാക്കുന്ന ഒരു വിദ്യയാണ്. ശരിക്കും നമ്മൾ നല്ല ആഹാരങ്ങൾ, പഞ്ചമകാരങ്ങൾ എന്ന് പറയുന്ന ഒരു തത്വത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇന്ന് ഈ വിദ്യ കൈകാര്യം ചെയ്യുന്നവർ വളരെ അപൂർവമാണ്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗുരു പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ നാട് വിട്ടിട്ട്, നാട്ടിൽ ചില്ലറ പ്രശ്നങ്ങളെല്ലാം നടത്തി നാട് വിട്ടിട്ട് പോയ സമയത്ത് അവിടുന്ന് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യത്ത് പോയി താമസിച്ചു. അവിടെ ഒരു കൂപ്പിൽ പണിക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സ്ത്രീനെ കണ്ടു. അവരെല്ലാവരും സുബ്രഹ്മണ്യത്തമ്മ എന്നാണ് വിളിക്കല്. അവർ കാളിയുടെ അവതാരമായിട്ട് ജനങ്ങൾ കരുതിപ്പോയതാണ്. അപ്പോൾ അവർ നിരന്തരമായിട്ട് അഭ്യർത്ഥന കൊണ്ട് അവർ പഠിപ്പിച്ച ഒരു വിദ്യ ആയിട്ടാണ് ഗുരുനാഥൻ ഇത് എന്നെ പറഞ്ഞു തന്നത്. ഇത് മേപ്പയിൽ വാസുഗുരുക്കൾ എന്ന് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് ഈ ഒരു കഥ പറഞ്ഞത്. പക്ഷെ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയായിരുന്നു. പക്ഷേ കഴിഞ്ഞാൽ ഈ വിദ്യ എർത്ത് എനർജീനെ യൂസ് ചെയ്തു. മറ്റ് കളരികളിൽ നിന്ന് തുളുനാടൻ കളരീനെ വ്യത്യസ്തമാക്കുന്നത് ഇത് പഴയ കാലത്തുള്ള ഒരു മിലിറ്ററി കോമ്പാക്റ്റ് ട്രെയിനിങ് ആണ്. ഇത് എത്ര പെട്ടെന്ന് എതിരാളിയെ കീഴടക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എതിരാളിയെ കീഴടക്കുക. പിന്നെ കൂട്ടത്തിൽ ഒരു വലിയ ടീമിനെ ചെറിയൊരു ഗ്രൂപ്പ് പോയി അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് രക്ഷപ്പെടുക. പിന്നെ നമുക്ക് ഏതവസ്ഥയിലും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്. ഇതാണ് തുളുനാടൻ ശൈലി, അതായത് തുളുവൻ എന്ന് പറയുന്ന ശൈലി. പിന്നെ ഇതിൻ്റെ ദേവതാ സങ്കല്പങ്ങൾ പറയുന്നത് കാളി രക്തബീജാസുരനെ വധിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു
ഫൈറ്റിംഗ് സിസ്റ്റമാണ്. അതിൽ ഒരു തുള്ളി ചോര പുറത്തു വരാതെ മാരകമായിട്ടുള്ള പരിക്കുകൾ ഏൽപ്പിക്കുക. ഇപ്പോൾ ആളെ നിലത്തടിച്ച് കൊല്ലുക, മർമ്മപ്രയോഗങ്ങൾ നടത്തുക, അങ്ങനെയുള്ള ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഇതിൻ്റെ വെറുക്കൈ പ്രയോഗങ്ങൾ. പിന്നെ ഇതിന് വേറൊരു കഥ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്രവി ഈ സംഘകാലഘട്ടത്തിൽ പറയുന്നത് പതിറ്റൃപ്പത്ത് സംഘകാലഘട്ട കൃതിയിലായ പതിറ്റൃപ്പത്തിലും തോൽക്കാപ്യത്തിലെല്ലാം പറയുന്ന ഒരു ദേവതാ സങ്കല്പമാണ് കൊട്രവി. കൊട്രവി മകനായ മുരുകൻ ഉപദേശിച്ചു കൊടുത്തതായി പറയപ്പെടുന്ന ഒരു കലയാണ് തുളു. അങ്ങനെയാണ് ഒരു വിഭാഗം ആൾക്കാരുടെ വിശ്വാസം. ഒരു ടൈപ്പ് ഓഫ് തന്ത്ര തന്നെയാണ് തുളു വിദ്യ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ കളരികൾ മാത്രമല്ല, ശരിക്കും ഭാരതത്തിലെ 64 കലകളും 96 തത്വങ്ങളും ഒരു മനുഷ്യനെ ആത്മീയ പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള വിഷയം തന്നെയാണ്. ശരിയായി തുളു പരിശീലിക്കുന്ന കാലയളവിൽ ഇതൊരു തുളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് മറ്റൊരു സപ്പോർട്ടിങ് മാർഷൽ ആർട്ടാണ്. മറ്റൊരു മാർഷൽ ആർട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള ഊർജം ഇത് പരിശീലിക്കുന്ന കാലയളവിൽ പഴയ കാലത്ത് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ സമയത്ത് മുടി മുറിക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, ശരിക്ക് ഒരു സന്യാസ ജീവിതം നയിക്കണം. ശരിക്ക് യോദ്ധാവായി സന്യാസിയാവുന്നതിന് മുന്നേ സന്യാസിയായി യോദ്ധാവാവുന്ന ഒരു ശൈലിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും പക്വത ആർജിച്ചിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു തുളുവിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ്. പരിശീലനം ചെയ്തിട്ടുണ്ടാവുക പല കളരികളിലും രഹസ്യ സ്വഭാവത്തിൽ നിലനിർന്നിട്ടുണ്ട്. പിന്നെ ക്ഷേത്രകലകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കളരികൾ പരിശീലിച്ചിരുന്നു. പിന്നെ എല്ലാ വീട്ടിലും രഹസ്യമായിട്ടും, എല്ലാ വീട്ടിലും എന്നല്ല, ആ കളരിയുള്ള കുടുംബങ്ങളിൽ രഹസ്യമായി പരിശീലിച്ചിരുന്നു, ക്ഷേത്രങ്ങളിൽ പരിശീലിച്ചിരുന്നു. പിന്നെ ഇന്നിപ്പം കേരളത്തിൽ മൊത്തം കളരി പരിശീലന ഇടങ്ങളെ കളരികൾ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളിൽ ഓരോ പേരുകളിലാണ് കളരികൾ അറിയപ്പെട്ടത്. ഇപ്പോൾ കളിത്തട്ട് എന്ന് പറയുന്നതുണ്ട്, കളരികളെ കളിത്തട്ട് എന്ന് പറയുന്നതുണ്ട്. പിന്നെ ആട്ടശാല എന്ന് പറയുന്നതുണ്ട്. തുളു നാടൻ ശൈലി പരിശീലിക്കുന്ന ഇടങ്ങളെ ഗരടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളരികൾ തന്നെ അറിയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് സ്ഥാപനങ്ങളും പോലീസ് സ്റ്റേഷനും എങ്ങനെയായിരുന്നു ഉണ്ടായത്, അതുപോലെ പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന ഒരിടമായിരുന്നു കളരികൾ. ഞാൻ ഇന്ന് കാണുന്ന കളരികളിലെ 6 പടികൾ, അത് ബോധോദയത്തിൻ്റെ 6 തലങ്ങളെക്കുറിച്ചിട്ടാണ് സങ്കല്പിക്കുന്നത്. അല്ലെങ്കിൽ സപ്തധാതുക്കളെക്കുറിച്ച്, ചർമ്മം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, അങ്ങനെ വരുന്ന 7 തലങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതാണ് പടികളുടെ സങ്കല്പമായിട്ടും ദേവതാ സങ്കല്പമായിട്ടും കരുതി പോകുന്നത്. പക്ഷേ ഇതൊന്നല്ലാതെ തുളു ശൈലിയിൽ ഇപ്പോൾ ഒരു 3 പടിയും കുത്തുവിളക്കും മാത്രമേ ഉള്ളൂ. വട്ടയംതിരിപ്പ് കളരിയിലാണെങ്കിൽ വട്ടത്തിലുള്ള കളരി, ഒത്തക്കുണ്ട് എന്ന് പറഞ്ഞാൽ വട്ടയംതിരിപ്പ് കളരിയുടെ മാത്രം സവിശേഷതയാണ്. മലക്കം പഠിക്കാനും മലക്കം അറിയാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. ഇപ്പോൾ വടകര ഭാഗങ്ങളിൽ കളരി പരിശീലിക്കുന്നവർ 6 അടി താഴ്ചയിൽ ഇറങ്ങിയിട്ടാണ് കളരി പരിശീലിക്കുക. അത് ഏകാഗ്രതയ്ക്കും ഇതെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേങ്കിൽ എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് കളരികളിലും വ്യത്യാസമുണ്ടായിരുന്നു. പിന്നെ കളരി പരിശീലിക്കുന്ന ഇടങ്ങൾ കളരികളിൽ നിന്ന് മാത്രമല്ല അറിയപ്പെട്ടു വരുന്നത്, കളിത്തട്ട് എന്നറിയപ്പെടുന്നതുണ്ട്. ചില പ്രാദേശിക സ്ഥലങ്ങളിൽ കളിത്തട്ട് എന്ന് പറയുന്നതുണ്ട്. ഇന്ന് എല്ലായിടങ്ങളിലും കളരികൾ തന്നെയാണ്. പിന്നെ ആട്ടശാല, പിന്നെ തുളുവെല്ലാം പരിശീലിക്കുന്ന സ്ഥലങ്ങളെ ഗരടികൾ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പൊതുവെ പല കലകളേതും പരിശീലിക്കുന്ന ഇടങ്ങളെ കളരികൾ എന്നാണ് പറയുന്നത്. നൃത്തമായാലും കഥകളി ആയാലും എല്ലാം കളരികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പല മാർഷൽ ആർട്ടുകളും ട്രഡീഷണൽ ആൻഡ് സിലബസ് അല്ലെങ്കിൽ സ്പോർട്സ് ആയിട്ട് 2ആയിട്ട് തരംതിരിച്ച് നമ്മൾ കാണുന്നുണ്ട്. കളരീനെ നമുക്ക് ഏതിൽ ട്രഡീഷണൽ ആണോ അതോ സ്പോർട്സ് ആണോ, ഇതിലേതായിട്ട് നമുക്ക് കളരിയെ കാണാം? കളരി ഇന്ന് ട്രഡീഷണൽ സ്റ്റൈല് ഒറിജിനൽ ഫോമിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ സിലബസ്, സ്പോർട്സ് ആ രീതിയിലേക്കാണ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മത്സരിക്കുക എന്നുള്ള ഒരു ബോധത്തിലേക്ക് മാത്രമാണ്. ഈ ട്രഡീഷണൽ സ്റ്റൈല് അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്.
പിന്നെ അതിലും എടുത്തു പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫ്രോഡ് ഗുരുക്കന്മാരുണ്ട്. എല്ലാ ആയോധന കലകളിലും ഉണ്ട്. പക്ഷേ ഇതിൽ കുറേ ഫ്രോഡ് ഗുരുക്കന്മാർ പണത്തിനും പേരിനും വേണ്ടി മാത്രം. എനിക്ക് തന്നെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കുട്ടിയെ പരിശീലിക്കുന്ന സമയത്ത് അടിച്ച് തലയിൽ നിന്ന് ചോര വരുന്നു. അപ്പം ഞാനതിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വീരൻ്റെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടിയെ അടിച്ച് പരിക്കേൽക്കുമ്പോൾ അത് അവരൊരു മാനസിക രോഗിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അടിച്ച് മുറിയുക അല്ലെങ്കിൽ പരിക്ക് പറ്റുക, അതിൽ നിന്ന് സഹനം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എത്ര കണ്ട് നമുക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റുമോ? അവിടെയാണ് ആയോധന കലേൻ്റെ പ്രസക്തി. പിന്നെയും ഞാൻ കണ്ടു 3 മാസം കൊണ്ട് കളരി ഗുരുക്കളെ അല്ലെങ്കിൽ കളരി ഇൻസ്ട്രക്ടറെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആരാണ് ഈ കൊടുക്കേണ്ടത് ഈ 3 മാസം കൊണ്ട്? ഇത് തമിഴിലൊരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശിഷ്യനിങ്കെ ആണ്ടിത് 12 വരുതം കാത്താൽ ഒത്ത പൊരുൾ വാങ്ങി ഇന്ത നൂലൈ കൊടുക്ക വേണം. അതിനർത്ഥം ഇങ്ങനെയാണ്, 12 വർഷമെങ്കിലും ഗുരുവിൻ്റെ കീഴിൽ ഒരു ശിഷ്യൻ പഠിക്കുകയാണെങ്കിൽ മാത്രമേ അവന് പ്രാപ്തമായ വിദ്യ കൊടുക്കാൻ പാടുള്ളൂ. അതും നല്ല ദക്ഷിണ വാങ്ങിയിട്ട് അവൻ എങ്ങനെയാണ്, അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കളരീൻ്റെ ഒരു നിയമം. പക്ഷെ ഇതൊന്നും ഇല്ല ഇന്ന് ഈ എല്ലാവരും വരുന്നു, കളരി പരിശീലിക്കുന്നു. ഇതെല്ലാം ഒരു ഫാമിലി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ ഒരു അഭിമാനത്തിൻ്റെ ഭാഗമാണ്. ഒരു കുട്ടിയെ കളരിയിൽ അയക്കുക അല്ലെങ്കിൽ അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇതിൻ്റെ എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളെ ട്രഡീഷൻ കൂടിയാണ്. മദർ ഓഫ് മാർഷൽ ആർട്ട് എന്നുള്ളൊരു സങ്കല്പം തന്നെ ഇപ്പോൾ ബോധിധർമ്മനെ കുറിച്ച് പറയുമ്പോഴാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് മദർ ഓഫ് മാർഷൽ ആർട്ട് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ആയോധന കലകളുണ്ട്. ചില കലകൾക്ക് കളരിയുമായിട്ടൊരു സാമ്യതയുണ്ട്. ഇപ്പോൾ ചോഴൻ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു തമിഴ്നാട്, ശ്രീലങ്ക, അതുപോലെ മലേഷ്യ, ഇങ്ങനെ പല ഭാഗങ്ങളിലും അവർ യാത്ര ചെയ്തിരുന്നു. അവിടെയുള്ള മാർഷൽ ആർട്ടിനൊരു ദ്രവീഡിയൻ ടച്ച് ഉണ്ട്. ഇപ്പോൾ ശ്രീലങ്കയുടെ അങ്കംപോറയായാലും മലേഷ്യയുടെ സിലാത്തായാലും പിന്നെ തായ്ലാൻഡിൻ്റെ മോയ്തായ്, അപ്പം കംബോഡിയൻ്റെ ബൊക്കാക്ടർ, ഇങ്ങനെയുള്ള മാർഷൽ ആർട്ടുകൾക്ക് ഒരു ദ്രവീഡിയൻ ടച്ച് കാണാനുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് നമ്മളെ നാട്ടിൽ നിന്ന് പോയതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ അതുകൂടാണ്ട് ഇപ്പം മോഡേണായിട്ട് ഇപ്പോൾ ക്രാവ് മെഗ, MMA, അതുപോലുള്ള ഒരുപാട് മോഡേൺ മാർഷൽ ആർട്ടുണ്ട്, തായ്ക്കോണ്ടോ. ഇതൊക്കെ വേറെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത മാർഷൽ ആർട്ടുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്ട് എന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനമാണ് ഇല്ലതെന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം ഇതാണ്, അവരെ കലകളെ നമ്മൾ അംഗീകരിക്കണം, പരിഗണിക്കണം. ഈ കപ്പുവേര എന്ന് പറയുന്ന ബ്രസീലിയൻ മാർഷൽ ആർട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടേന്തിരിപ്പുമായിട്ട് സാമ്യതയുള്ള ഒരു മാർഷൽ ആർട്ടാണ്. അതുകൊണ്ട് അത് വട്ടേന്തിരിപ്പിൽ നിന്നാണ് ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റുമെന്നല്ലോ. അത് രണ്ടും 2 വൻകരകൾ കൂടിയാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ബ്രസീലിയൻ മാർഷൽ ആർട്ട് കപ്പുവേര എങ്ങനെയാണ് അടിമകൾ ഉണ്ടാക്കിയൊരു കലയാണത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മദർ ഓഫ് മാർഷൽ ആർട്ട് എന്നുള്ളൊരു വിശ്വാസനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കളരിയിലെ മർമ്മപ്രയോഗങ്ങളെ പറ്റി പറയുന്ന സമയത്ത് എടുത്തു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം. ഈ സത്യത്തിൽ എന്താണിത്? ഇതൊരു മിത്ത് മാത്രമാണോ, അല്ല എന്താണ് അതിൻ്റെ ഒരു താങ്കളുടെ അഭിപ്രായം? നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം എന്ന് പറയുന്നത് ഒരു മിത്ത് മാത്രമല്ല, അതൊരു പരിശീലന രീതികൾ കൊണ്ടും പിന്നെ ചില ഹിപ്നോട്ടിക്കൽ ടെക്നിക്കുകൾ കൊണ്ടും ഉണ്ടാകുന്നൊരു ഇതൊരു വലിയ സബ്ജക്റ്റാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതിനെ ചുരുക്കി പറയാം. ഒരു കോഴിയെ കുറുക്കൻ എങ്ങനെയാണോ മരത്തിൽ നിന്ന് നോക്കി താഴെ ഇടുന്നത്, അതേ സൈക്കോളജിയാണ് നോക്കുമർമ്മത്തിൽ വരുന്നത്. പിന്നെ കയ്യിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് ആരും ചൂണ്ടാൻ പറഞ്ഞു തരുന്നില്ല. നമുക്ക് ദേഷ്യം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരാളെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമല്ല. അതിലേക്കൂടെ ഒരു ഊർജ്ജ പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയം മാത്രമേ ഉള്ളൂ അതിൽ. ഇതൊരു വലിയ ആൾക്കാർ വിചാരിക്കുന്നത് പോലെ, സിനിമയിൽ കാണുന്നത് പോലെ ഇതിനെല്ലാം ഒരു മീഡിയ അല്ലെങ്കിൽ സിനിമ ഇതാണ് എന്തോ അത്ഭുത വിദ്യയായി പ്രചരിപ്പിച്ചത്. ചെറിയൊരു ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെൻ്റലിസം ടെക്നിക്ക് മാത്രമാണ്.
അതിൽ ഒരുപാട് വിദ്യകൾ പരിശീലിക്കാനുണ്ട്. അതെന്ന് അഷ്ടാവക്രം, കുക്കുടഭ്രമണം, പ്രജാപത്യം, ഇങ്ങനെ കുറേ നിരവധി വിദ്യകളുണ്ട്. ഇതെല്ലാം പരിശീലിച്ച് കിട്ടുന്ന ഒരാകത്തുക മാത്രമാണ് നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം. ഇതൊരു അൾട്ടിമേറ്റ് ലക്ഷ്യമല്ല ഇതിൻ്റെ. നമ്മൾ ബോധത്തെ സ്പർശിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഇതൊരു അത്ഭുത വിദ്യയായി കണക്കാക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇത്. നമുക്ക് ബുദ്ധിസം പറയുന്നത് പോലെ മോക്ഷം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിർവ്വാണം എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. നമ്മുടെ ഊർജത്തെ നമ്മൾ ചെറിയൊരളവിൽ പുറത്തെത്തിക്കാനുള്ള ഒരു മാർഗം. അത് പല രീതിയിൽ, ഇപ്പോൾ സെൻ ബുദ്ധിസത്തിലൊക്കെ ഇതിനെ പല രീതിയിൽ പുറത്തെത്തിക്കുന്ന മാർഗങ്ങളുണ്ട്. അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത്. ഇതിൽ ഒരു അത്ഭുത വിദ്യ ആയിട്ടൊന്നും ഇതിൽ പറയാനൊന്നുമില്ല.